الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم، ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു പോയ വാരത്തിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് നമ്മളൊക്കെ കേട്ട വാർത്തകൾ അതീവ ദുഃഖകരമായ 10-24 മരണവാർത്തകളാണ്. അങ്ങ് വാൽപ്പാറയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും നിന്നൊക്കെ നമ്മൾ കേട്ടത് സങ്കടകരമായ വാർത്തകളാണ്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമൊക്കെ ഒരു ടെമ്പോ ട്രാവലറിൽ യാത്ര ചെയ്ത കുറേ സ്കൂൾ ജീവനക്കാർ, അവർ നിലച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ വളരെ സന്തോഷത്തോടുകൂടെ യാത്ര ചെയ്ത് അതേ സന്തോഷത്തോടെ
അതല്ലെങ്കിൽ അതിലധികം സന്തോഷത്തോടെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് അവർ യാത്ര ആരംഭിച്ചത്. പക്ഷേ ആംബുലൻസിന്റെ നിലവിളി ശബ്ദത്തോടുകൂടെയാണ് അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മൃതശരീരങ്ങൾ അവരുടെ സ്വഭവനങ്ങളിലേക്ക് എത്തിച്ചത് എന്നത് നമ്മളെ ഓരോരുത്തരുടെയും നടുക്കുന്ന വാർത്തയാണ്. തൻ്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പടക്ക നിർമ്മാണശാലയിലേക്ക് ജോലിക്ക് പോയ ആളുകൾ അവരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷത്തെ പൊട്ടിത്തെറിയിലൂടെ ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ ചിന്നിച്ചിതറുമെന്ന്. പക്ഷേ അന്നത്തെ വൈകുന്നേരം അവരുടെയും മൃതശരീരങ്ങൾ വീട്ടിലേക്ക് ചേതനയറ്റ രൂപത്തിലാണ് കൊണ്ടുവന്നത് എന്നോർക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ കേൾക്കുകയും ആ സമയത്ത് ഒരു നടുക്കവും പിന്നീട് അതൊക്കെ പെട്ടെന്ന് തന്നെ വിസ്മരിച്ച് കളയുകയും മറന്നു കളയുകയും ചെയ്യുക എന്നതല്ല ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. മറിച്ച് അത്തരം ആകസ്മികമാണെന്ന് അപ്രതീക്ഷിതമാണെന്ന് നാമൊക്കെ വിലയിരുത്തുന്ന മരണങ്ങൾ, അത്തരം മരണങ്ങൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൽ നിന്നൊക്കെ ചില പാഠങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ലോകത്തേക്ക് നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ തീരുമാനപ്രകാരമല്ല, നമ്മുടെ ആഗ്രഹത്തിനൊത്തല്ല, നമ്മൾ പ്രതീക്ഷിച്ച നേരത്തോ പ്രതീക്ഷിച്ച സ്ഥലത്തോ അല്ല നമ്മളൊന്നും ജീവിക്കുകയും പിറക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്രകാരം തന്നെ നമ്മൾ തീരുമാനിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, സ്ഥലത്ത് വെച്ച്, നമ്മൾ ആഗ്രഹിക്കാത്ത ഇടത്തു വെച്ച് ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര പറയേണ്ടി വരുമെന്നുള്ള വളരെ ഗൗരവം നിറഞ്ഞ ചില പാഠങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് ബാക്കി വെച്ച് പോകുന്നത്. ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും വേണം. അങ്ങ് വൽപ്പാറയിലേക്ക് ഒരു വിനോദയാത്രക്ക് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പടക്കശാലയിലേക്ക്, നിർമ്മാണശാലയിലേക്ക് ജോലിക്ക് പോകുമ്പോഴോ അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് ഞങ്ങൾ മരിച്ചിട്ട് ഞങ്ങളുടെ ബോഡിയാണ്, മൃതശരീരമാണ്, മയ്യിത്താണ് ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അവർ പ്രതീക്ഷിക്കാത്ത നേരത്താണ് മരണം അവരെ സമീപിച്ചത് എങ്കിൽ, മരണം അവരെ പിടികൂടിയത് എങ്കിൽ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചവരാണ് അവർ. നമ്മളും മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു സാഹചര്യത്തിലാണ്, സന്ദർഭത്തിലാണ് മരണം നമ്മിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനം, അതിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. അള്ളാഹുവിന്റെ അദൃശ്യജ്ഞാനത്തിൽ മാത്രമുള്ള 4-5ഓളം കാര്യങ്ങൾ അള്ളാഹു എണ്ണിപ്പറയുമ്പോൾ അതിന്റെ ഒടുക്കത്തിൽ അള്ളാഹു പറയുന്നത് നാളെ എന്ത് സമ്പാദിക്കുമെന്ന്, സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. എന്താണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് ജീവിതത്തിൽ സമ്പാദിക്കുക ആർക്കും അറിയില്ല. ഭാവി എന്തെന്ന് ആർക്കും അറിയില്ല. ഇതേ രൂപത്തിൽ തന്നെ ആർക്കും അറിയാത്ത റബ്ബുൽ ഇസ്സത്തിന് മാത്രം അറിയുന്ന കാര്യമാണ് എന്ത്? വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത് അത് ആർക്കും അറിയാത്ത കാര്യമാണ്. എവിടെ വെച്ചിട്ടാണ് മരണം നമ്മെ പിടികൂടുക എന്നുള്ളത് ആർക്കും അറിയാത്ത കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു മനുഷ്യന് ഇന്ന സ്ഥലത്ത് വെച്ചാണ് അയാളുടെ ആത്മാവിനെ പിടിക്കാൻ അള്ളാഹ് തീരുമാനിച്ചതെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അവിടേക്ക് പടച്ചോൻ ഒരു ആവശ്യം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ പറയും ഗൾഫ് പോയി
അന്ന് തന്നെ റോഡ് മുറിച്ചടക്കുമ്പോൾ അയാൾ മരണപ്പെട്ടു, മരിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിക്കാനായിട്ട് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തു വിടുന്നത് ചെയ്യും, ഗൾഫിലേക്ക് പോകും. അങ്ങനെ ഒരു വിനോദയാത്രയിൽ അവിടെ വെച്ചിട്ടാണ് മരണപ്പെടേണ്ടതെങ്കിൽ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളതിന് ആരൊക്കെ പറഞ്ഞാലും നമ്മളതിന് യാത്രകൾക്ക് ടീമിടും, അതിന്റെ പ്ലാനുകൾ തയ്യാറാക്കും, അതിന് വാഹനം ഏർപ്പാടാക്കും, നമ്മൾ പോയിരിക്കും. കാരണം അവിടേക്ക് അവനൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്കറിയില്ല നമ്മൾ എന്തിനാ പോകുന്നതെന്ന്. നമുക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്ലാൻ കൃത്യമാണ്. അവന്റെ സമയവും അവന്റെ സാഹചര്യവും അവനുദ്ദേശിച്ച സ്ഥലവും അവിടേക്ക് നമ്മൾ എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്തിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലൂടെ അല്ലാഹു പറയുന്നു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശാസ്ത്രമൊക്കെ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മരിക്കാതിരിക്കാൻ എന്ത് മാർഗമുള്ളത് അല്ലേ? എല്ലാത്തിനും പരിഹാര മാർഗങ്ങൾ തേടുന്ന, ഗവേഷണങ്ങൾ നടത്തുന്ന, റിസർച്ചുകൾ നടത്തുന്ന ശാസ്ത്രം പരിശോധിക്കുന്നുണ്ട്, റിസർച്ചുകൾ നടത്തുന്നുണ്ട്. മരിക്കാതിരിക്കാൻ എന്ത് മാർഗമുള്ളത്? പക്ഷെ അല്ലാഹു പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അതിശക്തമായ ഒരു കോട്ടക്കുള്ളിൽ, ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ നിങ്ങൾ പ്രവേശിച്ച് ഇവിടേക്ക് മരണം വരില്ല, ഇവിടേക്ക് മലക്കുൽ മൗത്ത് വരില്ല, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ദൈവത്തിന് സാധിക്കില്ല എന്നൊക്കെ വീമ്പ് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ അവധി എത്തുമ്പോ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു കൊണ്ടുപോകും. അവൻ തിരിച്ചു വിളിക്കും. അവന്റെ മരണത്തിന്റെ മലക്കുൽ മൗത്ത് മാലാഖമാർ നമ്മളെ കൊണ്ടുപോകുമെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനം നോക്കൂ. അദ്ദേഹം പറഞ്ഞത് കാണാം, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, താങ്കൾ ഒരു കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഒരു അപരിചിതനെ പോലെയാണ് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ. എന്താണ് ഇത് രണ്ടിന്റെയും പ്രത്യേകത? ഒരു അപരിചിതൻ, അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ നാടുമായിട്ട് അയാൾക്ക് എന്താണ് ബന്ധം? അയാളുടെ പരിചിതമായ സ്വദേശത്തേക്ക് അയാൾക്ക് മടങ്ങേണ്ടതുണ്ട്, അയാൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ഇവിടെ അയാൾക്ക് അപരിചിതത്വമാണുള്ളത്, ഇവിടെ ആരുമില്ല അയാൾക്ക് തിരിച്ചു പോകേണ്ട സ്വർഗം എന്ന അയാളുടെ തറവാട്, അയാൾക്ക് സുപരിചിതമായ ഒരു സ്ഥലമുണ്ട്. ഈ അപരിചിതത്വത്തിൽ നിന്ന് സുപരിചിതമായ സ്വർഗത്തിലേക്ക് അയാൾക്ക് മടങ്ങേണ്ടതുണ്ട്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ. എന്താണ് ഈ യാത്രക്കാരന്റെ പ്രത്യേകത? അയാൾ ഇവിടെ നിൽക്കാൻ വന്നതല്ല, യാത്രയിലാണ്. അതിന്റെ ഇടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ കയറിയിട്ടുണ്ട്. അതാണ് ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കേണ്ടത്, അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പോകണം, എനിക്ക് തിരിച്ചു ഇതാണ് ഒരു യാത്രക്കാരനെ സംബന്ധിച്ച്. അയാളെ പോയി അങ്ങനെ കുടുംബത്തിലേക്ക് പോകണം, നാട്ടിലേക്ക് മടങ്ങണം, എപ്പോഴാ പോകുന്നത്, എപ്പോഴാ പോകാനാവുക, ഇതാണ് അയാളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എങ്കിൽ ആ യാത്രക്കാരനെ പോലെ മരിക്കണം, മരിച്ചു പോകണം. ഇവിടെ ശാശ്വതമല്ല, എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഇവിടെ ഞാനൊരു യാത്രക്കാരനാണ്, ഒരു റെസ്റ്റ്, ഒരു വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഒരു ബോധ്യവും നിങ്ങളിൽ ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാ. ഇദാ അംസൈത, നീ വൈകുന്നേരമായാൽ, സൂര്യൻ അങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ, ഫലാ തൻതദിരിസ് സബാ, നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. രാവിലെ ആകുമെന്ന് വിചാരിക്കരുത്, നാളെ കാണാന്ന് ഉറപ്പ് പറയാൻ പാടില്ല, ഉറപ്പ് പറയരുത്. അങ്ങനെ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. അതേ രൂപത്തിൽ തന്നെ നീ പ്രഭാതത്തിലായാൽ, സൂര്യൻ ഉദിച്ചാൽ, നീ ഉറക്കമുണർന്നാൽ, അന്ന് വൈകുന്നേരം വരെ ജീവനോടെ നീ ഇരിക്കുമെന്നും നീ പ്രതീക്ഷിക്കരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്.
അല്ലേ? അങ്ങനെ പ്രഭാതമായാൽ പ്രദോഷത്തെയോ വൈകുന്നേരമായാൽ പ്രദോഷമായാൽ പ്രഭാതത്തെയോ നീ പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, ആ ബോധത്തോടുകൂടെ നീ ജീവിക്കുമ്പോൾ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, രോഗാവസ്ഥ നിനക്ക് വരാനിരിക്കുന്നുണ്ട്. ശരീരം മനസ്സ് കുതിക്കുന്നിടത്തേക്ക് ശരീരം എത്താത്തൊരവസ്ഥയുണ്ട്. അപ്പോ അതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യമുള്ള ആ യുവത്വത്തിലുള്ള ചുറുചുറുക്കുള്ള രക്തത്തിളപ്പുള്ള അനാരോഗ്യമില്ലാത്തൊരു കാലഘട്ടമുണ്ടല്ലോ, ആ സമയം അള്ളാഹുവിന്റെ മാർഗത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. നിന്റെ ആരോഗ്യത്തിന്റെ സമയത്ത് പ്രയാസങ്ങളും അനാരോഗ്യവും രോഗങ്ങളൊക്കെ വരുമ്പോ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വരും, സുജൂദിലേക്ക് പോകാൻ കഴിയാതെ വരും. അപ്പൊ ഒക്കെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും, റബ്ബിന്റെ മുമ്പിൽ തല നിലത്തമർത്തിയിട്ട് പടച്ചോനെ എനിക്കൊന്ന് വല്ലാതെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് നേരം സുജൂദിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മനസ്സ് ആഗ്രഹമുണ്ട്, ശരീരം അനുവദിക്കാത്തൊരു കാലം വരുമ്പോ ആ ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. അതേ രൂപത്തിൽ തന്നെ വമിൻ ഹയാതിക ലിമൗതിക, ഈ ജീവിതം ഉണ്ടല്ലോ മരിക്കുന്നതിന്റെ മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. ഇതേ ആശയത്തിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിത കാണാം. തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മക്കളെ, നിങ്ങൾ ഈ ദുനിയാവിനെ തസവ്വദ് മിനദ് ദുനിയ, ദുനിയാവിലെ ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും സമയങ്ങളും ഒക്കെ നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണെന്നറിയോ? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഇന്ന് സൂര്യൻ അങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ നാളെ ഫജ്ർ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എത്ര ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയത്, എത്രയെത്ര ആളുകളാണ് രാവിലെ വിളിച്ചു നോക്കുമ്പോ ബോഡി ശരീരം മുഴുവൻ കുലുങ്ങുന്ന അവസ്ഥ, തണുത്തുറഞ്ഞു പോയ ശരീരം, എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും മരണം നിന്നെ പിടികൂടുമെന്നുള്ള ബോധത്തോടുകൂടെയാണ് നീ ജീവിക്കേണ്ടത്. ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ നിന്റെ ആരോഗ്യ സമയത്ത് നീ ഉപയോഗപ്പെടുത്തണം. അള്ളാഹ് തന്ന ആയുസ്സിനെ നീ ഉപയോഗപ്പെടുത്തണം. ദുനിയാവിൽ റബ്ബ് തന്ന ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല, അമൂല്യമാണ്, വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട നിന്റെ സ്വർഗത്തിലേക്ക് വേണ്ടി നീ ഒരുക്കൂട്ടേണ്ട ആ സാഹചര്യത്തെയും സന്ദർഭത്തെയും നീ നന്നായി ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. മാത്രമല്ല വകമ്മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. മംഗലത്തിന്റെ ദിവസം, വിവാഹത്തിന്റെ ദിവസം മണിയറകളൊക്കെ വളരെ സുന്ദരമായി ഒരുക്കി. പക്ഷേ എത്രയെത്ര വധൂവരന്മാരാണ് ആ ദിവസം, ആ രാത്രി പോലും ഒന്നിച്ച് താമസിക്കാൻ സാധിക്കാതെ അവർ മരണപ്പെട്ടു പോയിട്ടില്ലേ? അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ആ ഖദാഇന് കൃത്യമായി തലകുനിച്ചുകൊണ്ട് അവർ യാത്ര പറഞ്ഞിട്ടില്ലേ? അതേ രൂപത്തിൽ തന്നെ വകമ്മിൻ സിഗാരിൻ വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമത്തൽ ഖബരി. എത്ര ചെറുപ്പക്കാരാ ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ദീർഘായുസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച മനുഷ്യന്മാരിൽ പല ആളുകളും ഇന്നെവിടെയുള്ളത്? ദുൽമത്തൽ ഖബരി, ഖബറിന്റെ അന്ധകാരത്തിലാണ്, ഖബറിന്റെ ഇരുട്ടറയിലാണ്, അതിന്റെ ഏകാന്തതയിലാണ് ഉള്ളത്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. അതേ രൂപത്തിൽ തന്നെ എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരായ യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള എത്രയെത്ര ആളുകളാണ് ഒരു രോഗം പോലും ഇല്ലാതെ, ഒരു തലവേദന പോലും ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിട്ടുള്ളത് എത്ര ആളുകളാണ്. പലരും നമ്മൾ മാനദണ്ഡാക്കലെന്താ? ക്യാൻസർ വരണം അല്ലേ, അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ വരണം, അപ്പയാ മരിക്കാന്ന വിചാരിച്ചത്. എത്ര ആളുകളാ ഒരു ജലദോഷം പോലും ഇല്ലാത്ത ആളുകൾ. ഞെട്ടിപ്പോയിട്ടില്ല ചില വാട്സപ്പിലെ വാർത്തകൾ കണ്ടപ്പോ, മരണവാർത്തകൾ പലരും വിളിച്ചു പറഞ്ഞപ്പോ വിശ്വസിക്കാനാവാത്ത ചില യുവാക്കളുടെ യുവതികളുടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ. എത്ര ആളുകളാണ്.
വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. അതുപോലെ എത്രയെത്ര രോഗാതുരരായ ആളുകളാണ്, വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ട ആളുകൾ. നമ്മൾ വിചാരിച്ചത് രോഗം ഉണ്ടായാൽ മരിക്കുന്ന, ഡോക്ടർമാര് പറഞ്ഞു ഇനിയൊരു 2 മാസോ അല്ലെ 2 ആഴ്ച നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, കാണിക്കാനുള്ളവരൊക്കെ കാണിച്ചോളൂ, വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ഒരു 2 ആഴ്ചയും കൂടി ഇദ്ദേഹം ജീവിക്കൂ എന്ന് പറഞ്ഞ രോഗികളായ ആളുകൾ. വകമ്മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. അത്തരത്തിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് തന്റെ മലമൂത്ര വിസർജനങ്ങൾ പോലും, തന്റെ അത്തരം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുന്നത് ബെഡിലാണ്, വാട്ടർ ബെഡിലാണ് അവർ കിടക്കുന്നത്, ചൂടുവെള്ളം നിറച്ച ബെഡിലാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയൊലിച്ചിട്ടുണ്ട്. 2 ആഴ്ചയാണ് ഡോക്ടർ അവധി പറഞ്ഞതെങ്കിലും 2 മാസമല്ല, 2 വർഷമല്ല, വർഷങ്ങളോളം ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയൊലിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവച്ചവങ്ങളായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. വക്കം സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. ഇതൊന്നുമല്ല മാനദണ്ഡം. രോഗം മാനദണ്ഡമല്ല, യുവത്വം മാനദണ്ഡമല്ല, ഇതൊന്നും മാനദണ്ഡമല്ല. പക്ഷെ പടച്ച റബ്ബിന് മാനദണ്ഡമുണ്ട്. എന്താ നമുക്കറിയില്ല, ഏതാ സമയം നമുക്കറിയില്ല, എവിടെ വെച്ചാണെന്ന് നമുക്കറിയില്ല. അതാണ് വകമ്മിൻ ഫത്ൻ അംസാ വഅസ്ബാഹക ലാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര യുവാക്കളും യുവതികളുമാണ് ഉല്ലസിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അല്ലേ? അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. പക്ഷെ അവരറിയുന്നുണ്ടോ? അവർക്കുള്ള കഫം പുടവ പോലും തൊട്ടടുത്ത ടെക്സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുതിയ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ മരിച്ചാലേ അത് പിന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതില്ല, അത് തയ്ച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് തൊട്ടടുത്ത ടെക്സൈസിൽ ഒരാളെ വിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അത്രേ സമയം കൊണ്ട്. അതെന്തേ അവരാലോചിക്കാത്തത്? എന്താണ് തോന്നിവാസത്തിലും അധർമ്മത്തിലും ഹറാമുകളിലും ആയി ജീവിക്കുമ്പോൾ അവരെന്തേ ഈ മരണത്തെക്കുറിച്ച് ഓർക്കാത്തത് എന്ന് കവി ചോദിക്കുകയാണ്. അതേ രൂപത്തിൽ വകമ്മിൻ സാകിനിൻ ഇൻദസ്സബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. എത്രയെത്ര ആളുകളാണ് സുന്ദരമായ കൊട്ടാര സമാനമായ ശീതീകരിച്ച വീടിലാണ് അവർ അന്തിയുറങ്ങുന്നത്. ചൂടാണ്, ചൂടത്ത് പ്രശ്നമാണ്. എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടെ സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ തന്റെ വീടുകളിൽ കൊട്ടാര സമാനമായ വീടുകളിലാണ് അവർ അന്തിയുറങ്ങുന്നതെങ്കിൽ അത് പ്രഭാതത്തിൽ അങ്ങനെ അന്തിയുറങ്ങിയ, പ്രഭാതത്തിൽ അങ്ങനെ ജീവിച്ച മനുഷ്യർ വഇൻദൽ മസാഇ വൈകുന്നേരമായപ്പോൾ എന്താ സംഭവിച്ചത്? ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. ശീതീകരിച്ച മുറികളില്ലാത്ത ഏകാന്തതയുടെ തടവറയായ ഇരുൾമുറ്റിയ ആരോരുമില്ലാത്ത ഏകാകിയായി അവന് പോകേണ്ട ഖബറിന്റെ അഗാധതയിലേക്ക്, ഖബറിന്റെ ഉള്ളിലേക്ക് അവനെ എടുത്തു വെച്ചിട്ടില്ലേ? എന്താ ആലോചിക്കാത്തത്? എത്ര ആളുകളാണ് രാവിലെ നല്ല സുഖമായിട്ട് ജീവിച്ച ആളാണ്, പക്ഷേ വൈകുന്നേരം ആളുകളൊക്കെ അവനെ മയ്യത്ത് കട്ടിലിൽ ചുമന്ന് ആ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഫദാവിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. അതുകൊണ്ട് തന്നെ കവി പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെയാ, നന്നായി ഉപയോഗിക്കുക, തഖ്വയോടുകൂടെ ജീവിക്കുക. ഏത് സമയത്തും മരണം നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുമെന്നുള്ള ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ്. അതാണ് കവി പറയുന്നത്. സഹോദരങ്ങൾ, നമ്മളെല്ലാ ഖുത്ബയിലൂടെയും കേൾക്കുന്ന ആയത്തെന്താണ്? ഇങ്ങനെ ഇത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാനല്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭീതിയോടുകൂടെ ജീവിക്കാനല്ല. എവിടെ വെച്ചാ ഞാൻ മരിക്കുക, എന്നിട്ട് എവിടെയും പോവാതിരിക്കാനാണോ? എങ്ങനെയാ ഞാൻ ഇതൊന്നുമല്ല വിഷയം. എവിടെ വെച്ചിട്ട് മരിച്ചാലും, ഏത് സന്ദർഭത്തിൽ മരിച്ചാലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എല്ലാ ആയത്തിലും വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്നത് പോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അത് ടൂറിന് പോയപ്പം മരിച്ചാലും, അത് ജോലി സ്ഥലത്ത് നിന്ന് മരണപ്പെട്ടാലും, അത് വേറെ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം, ഒരു യഥാർത്ഥ മുഅ്മിനാവണം.
തൗബ ചെയ്ത ശുദ്ധമായ കറകളഞ്ഞ മനസ്സോടുകൂടെ, കറകളഞ്ഞ തൗഹീദോടുകൂടെ, ആ യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നാണ്. അതിന് നമ്മൾ മാനസികമായി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചൊരു സാഹചര്യം ഓർത്തിട്ടുണ്ടോ? ഉമ്മ പ്രസവിക്കുമ്പോ നീ കരയുകയായിരുന്നു. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, നീ കരഞ്ഞുകൊണ്ട് കൈകളുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ ശബ്ദമുണ്ടാക്കി കരഞ്ഞുകൊണ്ട് ദുനിയാവിലേക്ക് വന്നതാ. പക്ഷേ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ, എന്റെ ചുറ്റുഭാഗത്തുണ്ടായ എന്റെ കുടുംബക്കാര്, ബാപ്പ, ഉമ്മ, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലാ ബന്ധുക്കളുണ്ട്. അവര് കരയല്ല, നീ കരയുമ്പം അവർ ചിരിക്കുകയായിരുന്നു. എന്നാൽ തിരിച്ചൊരു ദിവസം വരാനുണ്ട്. കവി പറയുന്നത് എന്നാൽ അവരൊക്കെ കരയുന്ന ഒരു ദിവസമുണ്ട്. നീ ജനിച്ച ദിവസം അവരൊക്കെ ചിരിച്ചതാണെങ്കിൽ നിന്റെ കുടുംബം, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അവരൊക്കെ കരയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിനക്ക് പുഞ്ചിരിയോടുകൂടിയ മുഖവുമായി ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോട് സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകണം. അതിനു വേണ്ടിയിട്ടാണ് നീ പരിശ്രമിക്കേണ്ടത്. എല്ലാവരും കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പറയണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്, ബോധമുണ്ടാവേണ്ടതുണ്ട്. ഏത് സമയത്തും നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ, നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് മലക്കുൽ മൗത്ത് നമ്മുടെ സമീപത്തേക്ക് വരും. ആ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ് ഞാനും നിങ്ങളുമെന്ന ബോധത്തോടുകൂടെ അവിടെ നമ്മൾ ജീവിക്കേണ്ടത്. അതിനുവേണ്ടി സദാസമയവും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കണം. പരിശോധിക്കണം, എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ, എന്താ നമ്മുടെ ഇബാദത്തുകളുടെ അവസ്ഥ, എന്താണ് ഖുർആനുമായുള്ള നമ്മുടെ സ്ഥിതി, നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, ദഅവത്തുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്, ദിക്റുകളുമായി നമ്മളുടെ സമീപനം എങ്ങനെ. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ പരിശോധിച്ച് എല്ലാം നികത്തി തൗബ ചെയ്ത് ഏത് സാഹചര്യത്തിലും റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടെ ഒരു യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് നമ്മൾ ജീവിക്കണം. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അപകട മരണങ്ങൾ, പ്രത്യേകിച്ച് വാഹന അപകടങ്ങൾ, പലപ്പോഴും കണക്കുകൾ പറയുന്നത് ഭൂരിഭാഗം അപകടങ്ങളും ഉണ്ടാകുന്നത് അശ്രദ്ധ മൂലമാണ് എന്നാണ്. റോട്ടിലൂടെ വാഹനമോടിക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധ അത് നമ്മുടെ ജീവനും അതേ രൂപത്തിൽ നിരപരാധികളായ ആളുകളുടെ ജീവനും ഭീഷണിയാണ്, അപകടമാണ്. ഏതൊരു സന്ദർഭത്തിലും ഒരു വിശ്വാസി തന്നാൽ മറ്റുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. സർക്കാരിൻ്റെ ഗതാഗത നിയമങ്ങൾ അത് പാലിക്കാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുകൂടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്തരം നിയമങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുകയും അപകടകരമായ ഡ്രൈവിംഗ് അതിൽ നിന്ന് നമ്മൾ പിന്മാറുകയും വേണം. നിയമങ്ങളൊക്കെ പാലിച്ച് ശ്രദ്ധയോടുകൂടെ ഇത് റോഡാണ്, വാഹനമാണ്, ഏത് സന്ദർഭത്തിലും എന്തും സംഭവിക്കാം എന്നുള്ള ബോധത്തോടുകൂടെ ഒരു മിതമായ രൂപത്തിൽ അൽഅജലത്തു മിനശ്ശൈത്വാൻ, ധൃതി, എപ്പോഴും സ്പീഡ്, അമിതമായ വേഗത, അതൊക്കെ അപകടത്തിന് കാരണമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് പൈശാചികമാണ് എന്നാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അത്തരം വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. ഈ ചിന്തയൊക്കെ എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ഡ്രൈവ് ചെയ്യുമ്പോൾ തിരിച്ചു പോകണം എനിക്കെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ആവണം നമ്മൾ റോട്ടിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ. റഹ്മാനായ റബ്ബ് എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.